ഇന്ന് ഞാനിവിടെ സോയാ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു കോഫ്തയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ കോഫ്ത ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതിലേക്ക് 1 കപ്പ് നിറച്ചും സോയാ ചങ്ക്സ് അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് ബോൾസാക്കി എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയൊരു സവാള അത് ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒരു ബോൾസിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക. ഇനി വേണം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ 1 2 അല്ലെങ്കിൽ 3 ബോൾസ് ഒന്നിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറായി ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടില്ല. അങ്ങനെ ഓരോന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിതൊരു ഗ്രേവിയാക്കി കോഫ്ത കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, 1 ബേ ലീഫ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി തന്നെ സവാളയൊന്ന് വഴന്ന് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാൻ. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ചെറിയ തീയിലിട്ട് നന്നായി തന്നെ ഒന്ന് ഇതിൻ്റെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി അത് മിക്സിയിലിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് സമയം അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നന്നായി തന്നെ വരും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഫ്ത മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ട് കുറച്ച് സമയം ഇതിൽ കിടന്ന് ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരും. അതിനുശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മല്ലിയില അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയെടുക്കാം. അങ്ങനെ നല്ലൊരു കോഫ്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക.